ചെമ്പാ? അയ്യോ ഇത് ചെമ്പല്ല, ഇത് മണ്ണ്. അതല്ല, നിന്റെ പേര് വിളിച്ചതാ ചെമ്പാന്ന്. അയ്യോ പറഞ്ഞാട്ടെ. കളിക്കശ്ശേരിയിലെ അടയ്ക്കാവറി എന്തായി? എല്ലാരും ഇവിടെ നല്ലപോലെ പറിക്കുന്നുണ്ടമ്പ്ര. അച്ഛാ, എന്താ മോനെ? ഇന്ന് അമ്മാളുവിന്റെ ഓർമ്മ ദിവസമായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് ഇവിടെ പറഞ്ഞു പോയേക്കരുതെന്ന്. കേറി പോടാത്ത്. ഞാൻ അച്ഛനോട് പണമൊന്നുമല്ലല്ലോ കളഞ്ഞു ചോദിച്ചേ, ഒരു നല്ല കാര്യമില്ലോ എന്ന് പറഞ്ഞേ. അമ്മാളു തമ്പ്രാന് ദേഷ്യം വരത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. അല്ല, ഈ അമ്മാളുവിന്റെ കഥ എന്തുവാ, അതൊന്ന് പറഞ്ഞുതരാവോ? നിനക്കെന്തുകൂടെ ആ കഥ അറിയണമെന്ന് ഇത്ര നിർബന്ധം? ഞാനിവിടെ ആദ്യമായിട്ട് പണിക്ക് വന്നില്ലയോ, അപ്പൊ ഇവിടുത്തെ മുഴുവൻ കഥ ഒന്ന് അറിഞ്ഞേക്കാവുന്നേ. ഒന്ന് പറയാവോ? അമ്മാളു ഇല്ലത്തെത്താൻ ഇനി ഒരു ചുരവും കൂടെ കയറണമല്ലോ ദൈവമേ. ഈ അമാവാസി നാളെ അങ്ങോട്ട് പോവാൻ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ആ കൊടുങ്കാട്ടിൽ ആ രാത്രിയില് അമ്മാള് ഒറ്റയ്ക്കോ? അമ്മാള് പ്രേതമാണോ? പ്രേതവോ? ചുണ്ണാമ്പെടുക്കാനുണ്ടോ തമ്പ്ര? ഉണ്ടോ തമ്പ്ര? 2 നാഴിക കൂടെ കഴിഞ്ഞാലേ എന്റെ പെരയായി. കൂടെ വന്ന ചുണ്ണാമ്പ് തരാം. എനിക്ക് സമ്മതം. എന്നാ കൂടെ വന്നോളൂ. കേറിയാടാ, ഇരുട്ടാണ്. കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനീതോ. നിങ്ങളെപ്പറ്റി കുറെ കഥകൾ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു യക്ഷ പോലും വെറുതെ വിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ അൺസഹിക്കും. നടന്ന് ക്ഷീണിച്ച്. പക്ഷെ നിനക്ക് ക്ഷീണമൊന്നും ഇല്ലയോ? എനിക്ക് ക്ഷീണമൊന്നുമില്ല തമ്പുരാന്. അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ വീട്ടിനകത്ത് കയറി കാണും. ഇല്ലയോ കുറുമ്പൻ? ഇങ്ങോട്ട് വന്ന് കേറ. അല്ല, അവളെ അവിടെ കൂട്ടിയിട്ടത് എന്തോ കൊടുക്കാന്? അതിനകത്തൊരാളുണ്ട്, എന്റെ അമ്മാവൻ, ദിഗംബരൻ അമ്മാവൻ. കാത്തിരിക്കായിരുന്നു ഞാൻ. എന്നൊന്നും ചെയ്യില്ല, ഞാൻ പ്രേതമാ. 1000 കോഴികളുടെ മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു ആത്മാവാണ് എന്റെ അമ്മാവൻ, ദിഗംബരൻ അമ്മാവൻ. കഴിഞ്ഞ 1 വർഷമായിട്ട് പട്ടിണി കിടന്ന അമ്മാവന്റെ മുന്നിലേക്കാ അമ്മാള് എത്തിയത്. ഞാനും പ്രേതവാടി. 20ാമത്തെ വയസ്സിൽ ചത്തുപോയതാ. എനിക്കുണ്ട് കുറെ ആഗ്രഹങ്ങള്. എന്റെ മരുമോൻ ആഗ്രഹം സാധിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അമാവാസി കഴിയാൻ ഇനി സമയമുണ്ട്. എന്നെക്കാട്ടിലും കൊടുകുത്തിയ പ്രേതങ്ങളാ വെളിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതിലും നല്ലതല്ലേ എന്റെ കൂടെ കഴിയുന്നു. പുറത്തുള്ളത് എഫ്സിനേക്കാളും വലിയ ഐറ്റംസ് ഒക്കെയാ മോളെ. വാ. അല്ല, അപ്പൊ അമ്മാളൂനെ അമ്മാവൻ കഴിച്ചോ? ചത്ത അമ്മാളൂനെ അമ്മാവൻ കൊന്ന്. അപ്പ അമാവാസിയിൽ അമ്മാളുന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലയോ? അടുത്ത അമ്മാവാസിലും അവൾ എന്നെ കൊല്ലാൻ വീണ്ടും വന്നു. ചുണ്ണാമ്പെടുക്കാനുണ്ടോ തമ്പ്ര? ഉണ്ടോ തമ്പ്ര? കേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനി. അപ്പൊ അമ്മാവന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലയോ? കഴിഞ്ഞ വട്ടം നീ എന്നെ അകത്തിട്ട് പൂട്ടി. ഈ വട്ടം അത് നടക്കത്തില്ല തമ്പ്ര. ഈ അമാവാസി നാളിൽ നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ വിട്ടു തീർത്തുള്ളൂ. അമ്മാള് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല തമ്പ്ര, എനിക്ക് ചുണ്ണാമ്പ് കിട്ടാനായിട്ട് ധൃതി ആയിരിക്കണം. എന്നാ അങ്ങോട്ട് അകത്തോട്ട് കേറാം. നീയല്ല, ഞാനകത്ത് കയറും, നീ വെളിയിൽ നിൽക്കും. അല്ല, അവളെ പുറത്തിരുത്തിട്ട് നിങ്ങൾ എന്തിനാ അകത്ത് കയറിയത്? ഓൾറെഡി ഒരു സെറ്റപ്പിനെയാ അമ്മാവനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയാവുന്നു. ഇവിടെ എല്ലാം ഇന്ന് പ്രേതങ്ങളുടെ ശല്യമായിരിക്കും. ഇതിലിപ്പോ അകത്തിരിക്കുന്ന അമ്മാവൻ പ്രേതമാണ്. അങ്ങനെയാണെങ്കിൽ അമ്മാള് പോസ്റ്റായിട്ട് ചത്ത് കാണുമല്ലോ. അന്ന് എന്നെ കൊല്ലാമെന്നുള്ള അമ്മാളുവിന്റെ പ്രതീക്ഷ ഞാനങ്ങ് നശിപ്പിച്ച്.
ഒന്നിപ്പഴച്ച മൂന്നെണ്ണ. മൂന്നാമത്തായിട്ട് എന്താ സംഭവിച്ചു? അമ്മാള് ചുണ്ണാമ്പെടുക്കാനുണ്ടോ തമ്പ്ര? ഉണ്ടോ ഉണ്ടോ തമ്പ്ര? 2 നാഴിക കൂടെ കഴിഞ്ഞാലേ എന്റെ പെരയായി. കൂടെ വന്ന ചുണ്ണാമ്പ് തരാം. എനിക്ക് സമ്മതം. ഏളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനെ. അല്ല, നിങ്ങൾക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ? ഇങ്ങനെ മറ്റേ കണ്ടൽക്കാടുകൾ, ചീനിത്തോട്ടം, ചീരത്തോട്ടം അങ്ങനൊന്നും ഇല്ല? ആദ്യ തവണ എന്നെ നീ അകത്തിട്ട് പൂട്ടി, 2ാം തവണ നീ എന്നെ വെളിയിലിട്ട് പൂട്ടി. ഇപ്പൊ നീ എന്താ ചെയ്യോടാ? അയ്യോ, അത്ഭുതം തന്നെ. നിങ്ങളെ പോലെ ഉള്ള ഒരു മനുഷ്യനെ ആ പ്രേതം കൊല്ലാഞ്ഞ അത്ഭുതം. ഞാൻ ആ കാലൊന്ന് തൊട്ട് വണങ്ങട്ടെ. അമ്മാളുവിനൊരു കാര്യം അറിയോ? കഴിഞ്ഞ 2 വട്ടം ഇല്ലാത്ത പ്രത്യേകത. എന്താ തമ്പ്രാനെ? അയ്യോ, കഴിഞ്ഞ ദിവസം എൻ്റെ ആണ്ടായിരുന്നു. കാലം എടാ, നിന്നെ കൊല്ലണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളവളാണ് ഞാൻ. അപ്പൊ നീ ഇപ്പൊ മനസ്സിലായടാ അമ്മാളുവിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. എടാ നീ അല്ലയോടാ പറഞ്ഞു ഇന്ന് ആരാണ്ട് വരുമെന്ന് ബാധ കഴിപ്പിക്കാനാ കണ്ട് വരും. നീ ഒന്ന് വെയിറ്റ് ചെയ്. അല്ല അയാളുടെ പേരെന്തോ? അയാളുടെ പേരാണ് കടമുറ്റത്ത് കത്തന. നീ എന്തോ ആളെ വടിയാക്കുവാണ്. ഞാൻ കാര്യം പറഞ്ഞാടാ, പുള്ളി ഒരു 1920 വരെ പോയേക്കോ. ഇപ്പൊ തിരിച്ചു വരും. ഞാൻ പണിക്ക് പോയ വീട്ടിലെ പോറ്റി കാവുപാട് പോറ്റി പ്രേതം വരുന്നത്. പ്രേതം 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 വരുന്നു. നിങ്ങളാരാ? ഞാനോ? ഞാൻ കടമറ്റത്ത് കത്തന. ഈ കോലത്തിലോ? ഞാൻ 2025 ട്രെയിൻ ട്രാവൽ ചെയ്ത് വന്നത്. ഇത് വർഷം 1920. എനിക്കതറിയാം. ഞാനങ്ങനെ പുള്ളിയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം കാല് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുള്ളി പ്രേതമാണെന്ന്. പുള്ളി എങ്ങനെയല്ലോ ഒന്ന് തളയ്ക്കാവോ? പ്രേതം 1 അല്ല 3. കാവുമ്പാട് പോറ്റി, അമ്മാളു, ദിഗംബരൻ അമ്മാവൻ. കത്തനാരെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? എനിക്ക് മരണമില്ല. 3 ടൈം ലൈനിലുള്ള പ്രേതങ്ങളാണ് നിങ്ങളെ പിടിപെട്ടിരിക്കുന്നത്. ഞാൻ എടാ ആ പെണ്ണിന്റെ ബാധ മാറിയില്ലേ നമുക്ക് 2 പേർക്ക് 8ന്റെ പണിയാ. പിന്നെ അവളെ നമ്മൾ എന്താ ചെയ്യാനാ? ഓടിക്കോ.